ഹായ് മക്കളെ. അപ്പോൾ എല്ലാവരും ഇനി ഓണം എക്സാമിൻ്റെ തിരക്കിലേക്കൊക്കെ പോവാണല്ലേ. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഓണപരീക്ഷയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഏറ്റവും ബോധർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓണപരീക്ഷയ്ക്ക് ഞാൻ മര്യാദയ്ക്കൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഇത്രയും നാൾ കുറച്ച് ഉഴപ്പി, എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല, നീറ്റിൻ്റെ ക്ലാസ്സസും എനിക്ക് കാണാൻ പറ്റിയില്ല, കുറേ പെൻഡിങ് ഉണ്ട്. അപ്പം കുറേ കാര്യങ്ങൾ നിങ്ങളെ ബോധർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇനിയാണെങ്കിലും നമ്മുടെ ടൈം ടേബിളൊക്കെ കുറച്ച് മാറ്റി നല്ലൊരു റൂട്ടീനിലേക്കൊക്കെ വരാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് പഠിച്ച് നല്ലപോലെ പെർഫോം ചെയ്തില്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ആ ഒരു ഗിൽറ്റ് ഇങ്ങനെ നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓണപരീക്ഷയ്ക്ക് അയ്യോ ഞാൻ പഠിച്ചില്ല, ഞാൻ പെർഫോം ചെയ്തില്ല, പിന്നെ മാർക്കൊക്കെ വരുമ്പം നിങ്ങൾക്കത് ഭയങ്കര ഡിമോട്ടിവേറ്റിംഗ് ആവും. പിന്നെ നിങ്ങൾക്ക് തോന്നും ഓണപരീക്ഷയ്ക്ക് കൂടി എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് നീറ്റൊക്കെ എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ. നമുക്ക് അങ്ങനെ പല കാര്യങ്ങളും തോന്നും. അതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് മിസ് ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ വരാൻ പോകുന്ന ഓണപരീക്ഷയ്ക്ക് മക്കൾ നല്ലപോലെ പഠിക്കുക. എന്തെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതിന് വേണ്ടി യൂസ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ ചില ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. മാക്സിമം ആ ക്ലാസ് കാണാൻ നോക്കുക. ഇല്ലെങ്കിലും നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്, ആ ലൈവ് അതേപോലെ അവിടെ കിടക്കുന്നുണ്ടാവും. നിങ്ങൾ ഓണപരീക്ഷയുടെ പോർഷൻസ് ഒക്കെ പഠിച്ച് ഒരുവിധം ഓക്കെ ആയെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം. അപ്പം നിങ്ങൾ രണ്ടിനും യു വിൽ ബി ഇൻ ടച്ച് വിത്ത് യുവർ നീറ്റ് ക്ലാസ്സസ് ആൻഡ് ഓൾസോ വിത്ത് യുവർ ഓണം എക്സാം സിലബസ്. അപ്പം അതുകൊണ്ട് ഓണം എക്സാമിന് മാക്സിമം നല്ലപോലെ പഠിച്ച് പെർഫോം ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്റ്റീവായിട്ട് നമ്മുടെ നീറ്റ് ക്ലാസ്സസിലേക്കും വരണം. നീറ്റ് ക്ലാസ്സസ് പെൻഡിങ് ഒക്കെ, പിന്നെ ഓണം ഹോളിഡേയ്സ് ഒക്കെ ചിലർക്ക് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ കണ്ട് തീർക്കുക. കാരണം നമ്മൾ ഓണം എല്ലാം എൻജോയ് ചെയ്യണം, പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾക്കൊരു ഗോളുണ്ട്. നമ്മൾക്ക് +2 ആണ് നമ്മൾ, അതേപോലെ തന്നെ നമുക്ക് നീറ്റ് എക്സാമും നല്ലപോലെ മാർക്ക് മേടിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്സ് ഇടണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ എക്സാം ഡേയ്സ് ആണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ എല്ലാവർക്കും ഐ എം വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എക്സാംസ് ഒക്കെ നന്നായിട്ട് എഴുതുക. ആൻഡ് ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ്, നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നീറ്റ് എക്സാമിൽ നല്ല സ്കോർ വാങ്ങിക്കുക, നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതാരും മറക്കരുത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ കുറേ പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. വി ക്യാൻ ഓൾവേസ് ബി ബാക്ക് ഓൺ ട്രാക്ക്. ഓക്കെ, ഓൺ എക്സാം കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് ആ ട്രാക്കിലേക്ക് വരാം. അപ്പോൾ സമാധാനമായിട്ട് മക്കൾ പഠിച്ച് റിലാക്സ് ചെയ്ത് എക്സാമൊക്കെ എഴുതുക. ഗുഡ് ലക്ക്.